ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കിനി അടുത്ത കോമ്പറ്റീറ്ററെ നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ആദിഷ് കൃഷ്ണ. റബ്ബുൽ ആലമീൻ, നമ്മൾ എന്താണ് കാണണേ? ഇതാരേത്? ആദിഷ്. ആദിഷ് മാറ്റൊന്നുമില്ല അല്ലേ? മൊത്തത്തിലൊരു മാറ്റം ഉണ്ടെങ്കിൽ പേരിന് മാറ്റമൊന്നുമില്ല അല്ലേ? ആദിഷ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. താങ്ക് യു. നീ ഏത് പാട്ടാ പാടുന്നേ? NH47 സിനിമയിലെ അല്ലാ ജീവിതം മരുളുന്നു. ഓക്കെ, അപ്പൊ നല്ലപോലെ ഏകദേശം എത്ര തവണ പാടി പഠിച്ചിട്ടുണ്ടാവും? 10 തവണ? അതിലും കൂടുതലോ? 10 തവണയിൽ കൂടുതൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ജഡ്ജസ് കേൾക്കാനായിട്ടിരിക്കുകയാണ്, ഞാനും കേൾക്കാനായിട്ടിരിക്കുകയാണ്, വ്യൂസും കേൾക്കാനായിട്ടിരിക്കുകയാണ്. നല്ലപോലെ പാടിത്തരില്ലേ? ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വെടിയും നിന്നിൽ കരുണ കാട്ടുമല്ല അല്ലാ, ജീവിതം അരുളുന്നു അവനിൽ തന്നെ ചേരാൻ. അടിമയായി പുലർന്ന നിന്നെ അതിഥിയാക്കുമല്ല അല്ലാ, ജീവിതം അരുളുന്നു അവനിൽ തന്നെ ചേരാൻ. ഏതിനും നാഥൻ നിൻ റബ്ബല്ലേ, അവൻ ഏകല്ലായി നീ പോകാൻ. അല്ലാ, ജീവിതം
റസൂലുള്ളാഹ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എന്തായിരുന്നു പാട്ട്? മോന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ? ഒരു നല്ല പാട്ടുകാരനാവണം അല്ലേ? ഇങ്ങനെ ദൈവത്തെ വിളിച്ച എന്തായാലും ദൈവം വിളിയേക്കാതിരിക്കില്ല. അത്രയും ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ എത്രയല്ലോ പഠിക്കണേ? ഫോർത്തിലായപ്പോ എങ്ങനെ? അപ്പൊ ഇത്രയും കൂടെ വലുതായാലും എന്തായിരിക്കും അല്ലേ? ദൈവം കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക. ആദിഷ് ഭയങ്കര സിംഗിങ് ആയിരുന്നു മോനെ. എനിക്ക് എന്തോ ആയിപ്പോന്നു ഞാൻ. ഭയങ്കര പാട്ടായിരുന്നു. എന്തൊരു പാട്ടാ, എന്തൊരു വിഷയം അല്ലേ? അസാധ്യമായി പാടികൾ. എവിടെ തുടങ്ങണം ഞാൻ ആ പാട്ടിൻ്റെ ആ അറബി ആ ആയത്തുകളൊക്കെ? അത് മോൻ എങ്ങനെയാണ് അത് പഠിച്ചെടുത്തത്? ആ അക്ഷരങ്ങളൊക്കെ അത്ര മനോഹരമായിട്ട്. അസാധ്യമായിരുന്നു. പാട്ട് ഒന്നുമില്ല. ഞാൻ ഒരു പേപ്പർ മോനെ അങ്ങോട്ട് തരാം. ഞാനൊരു വെള്ള പേപ്പർ, എക്സലൻ്റ് 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 എന്ന് എഴുതി വെച്ചൊരു പേപ്പർ. അള്ളാന്ന് ഇങ്ങനെയാണ് അള്ളയെ വിളിക്കുക. അള്ളാഹുവിനെ ഇങ്ങനെയാണ് വിളിക്കുക. ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? നമ്മൾ താഴെ വിളിച്ചാൽ പുതിയ പാട്ടുകളിലൊക്കെ തിരിച്ചറിയേണ്ട ഒരു സാധനമാണത്. അള്ളാന്ന് മേലേക്ക് വിളിച്ചാൽ ആ ഒരു എക്കോ, അത് മുകളിലേക്ക് മുഴങ്ങിയാൽ അതാണ് വിളി, ദൈവത്തെ വിളിക്കുന്നത്. അത് അങ്ങനെ വിളിച്ചു കളഞ്ഞു. അനുപല്ലവിയിലൊക്കെ പാടുന്ന ടച്ചില്ല. എനിക്ക് ആ ഒരു മോൻ്റെ ഒരു ഭാഗം ഒന്നും കൂടെ കേൾക്കണം. എനിക്ക് എന്നൊരു പാട്ടില്ലേ, അതിഥിയാകാം. ആ ഭാഗം ഒന്ന് പാടിത്തരും എനിക്ക്. ആരു സ്വന്തം ഏതു ബന്ധം ആരു നീ മണ്ണിൽ ഇനി കൺകളിൽ നിന്നും മറയും നീ മനങ്ങളിൽ നിന്നും മായും നീ. അതാണ് ഞെട്ടിച്ചു കളഞ്ഞത്. മനങ്ങളിൽ നിന്ന് ആ പ്ലാൻ മോന് പെർഫെക്റ്റ്. എനിക്ക് ദാസേട്ടൻ പാടിയത് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഉണ്ട്, അത് കൃത്യമായിട്ട്. അതങ്ങനെ തന്നെ പാടിക്കളഞ്ഞു കേട്ടോ. ആ വലുപ്പം, അത്രയും വലുപ്പമില്ലാത്തൊരാളെ എന്ന് മാത്രമേ എനിക്കുള്ളൂ. അത് അങ്ങനെ പാടിക്കളഞ്ഞു. ഇത് 4ാം ക്ലാസ്സിൽ മോൻ ഇങ്ങനെ പാടിയാൽ അനുഗ്രഹിക്കട്ടെ ദൈവം. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും കേട്ടോ. മനോഹരമായിട്ട് പാടി. പിന്നെ ആദിഷ് പഠിക്കുന്നുണ്ടോ സംഗീതം? ക്ലാസിക്കൽ ഏതെങ്കിലും അറിയോ? സ്വരാധിസ്ഥാനമുള്ള പാട്ടുകൾ ഒരു ചെറിയ പീസ്. അന്തരാത്മാവിൽ നീ ജ്വലിച്ചു നിന്നാലേ ഐശ്വര്യം പൂർണ്ണമാകൂ, ജീവിതം ഐശ്വര്യപൂർണ്ണമാകൂ. അനുരാഗമേ സഗരി സനി സനി രി സനി രി സനി പഗ പഗരി സരി ഗഗരി സരി ഗ രി സനി സരി സസനി പനി സസനി സസരി രി സസ ഗഗരി രി സസനി നി പപ ഗഗ സരി ഗരി പനി സനി ഗ പനി പ രി ഗ പഗ സരി ഗരി ഗ പ സനി പനി സരി ഗരി രി ഗ സനി നി സ സരി ഗ പനി സരി രി സരി ഗ പനി സ പനി സരി ഗ പനി സരി ഗ പ ഗരി സനി പ സരി ഗരി ഗ നി സരി സരി പനി സനി സ സരി ഗ നി സരി പനി സ ഗ പനി സരി ഗ നി സരി പനി സ ഗ പനി സരി ഗ നി സനി പരി സനി പ ഗ രി സരി. അനുരാഗമേ അനുരാഗമേ മധുര മധുര മാമൻ. നമ്മുടെ പ്രേക്ഷകരെ അറിയട്ടെ ആ ബേസ് എത്രമാത്രം മോന് എത്ര ഉറച്ചു വരുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയണം. അത് അറിയേണ്ടത് ആവശ്യമാണ് അല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ശരിക്കും ഇത് കണ്ടിട്ട് നിങ്ങൾ പ്രേക്ഷകരിൽ ഒരാൾ പോലും കരയാതിരുന്നിട്ടുണ്ടാവില്ല. അത്രയും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ആൻഡ് നമ്മുടെ റഹ്നത്ത ഇപ്പോഴും റഹ്നത്തയുടെ ആ ഒരു ഇത് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. റഹ്നത്ത, ഈ പാട്ട് വന്നാൽ ഞാൻ മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും ലക്ഷ്മി എന്നെ അതിലോട്ട് തന്നെ കൊണ്ടുപോയി. അസാധ്യമായിട്ട് പാടി മോനെ. താങ്ക് യു.
ലക്ഷ്മി ഒരു പക്ഷേ ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നും ബ്ലാങ്ക് ആവുമായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. Please a big round of applause. മിടുക്ക. Come. അവൻ്റെ ചില സ്ഥലം അതാണ് കേട്ടോ അതിനകത്ത് അത്ര ഫീൽ ചെയ്തു പോയേ. അത്രയും ഫീലായിരുന്നു. നമ്മൾ ഒരുപാട് ഈ കാണുന്നതല്ല, മരിച്ചു കഴിഞ്ഞാൽ എന്താ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ രഹനത്ത് പോയി. അതുകൊണ്ടാണ് പെട്ടെന്ന് അപ്പം മോനെ അത് ശരിക്കും ഇപ്പോൾ ഒരു പാട്ടുപാടി കരയിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ എവിടെ എത്തി മോൻ? അവിടെയാണ് മോനെ വിജയം. അപ്പം എന്തായാലും നല്ല ഭാവിയുണ്ട് മോൻ, നല്ല ഉയരങ്ങളിലെത്തട്ടെ കേട്ടോ. അത്ര അസാധ്യമായിട്ട് ഫീലോട് കൂടി തന്നെ പാടി. പിന്നെ എനിക്ക് ആ വാക്കുകളൊക്കെ സത്യം പറഞ്ഞാൽ അത് നമുക്കതങ്ങനെ അതിലോട്ട് നിൽക്കുമ്പോൾ അത് മനസ്സിലാവും മോനെ. അത് എത്ര ഇതിലായിട്ടാണ് അറിയോ മോനെ അത് വാക്കുകളൊക്കെ പറഞ്ഞ് ഒത്തിരി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടിയോ മോൻ? കറക്റ്റായിട്ട് എന്തായാലും മോനെ നന്നായിട്ട് തന്നെ കേട്ടോ, നന്നായി ശ്രമിച്ചു. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. താങ്ക് യു റഹ്നത്ത. സജ്ല. മോന് സ്റ്റാൻഡിങ് ഒവേഷൻ തന്നിട്ടില്ല പിന്നെ ആർക്കാ തരാം അല്ലേ? എനിക്ക് വാക്കുകളില്ല മോനെ. നമ്മളെ മൂന്നാളെയും ഒരുപോലെ കണ്ണു നിറയിച്ച ഒരു സിംഗിങ്, എക്സലൻറ്റ്. എന്താ ഇപ്പം പറയുക, ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എന്താ പറയുക, എല്ലാം നല്ല പോർഷൻസ്, എവിടെയൊക്കെയോ ഭംഗി വന്നിട്ടുള്ള, എവിടെയൊക്കെയോ മോൻ നന്നാക്കി, അതാണ് ഫുള്ളായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മോൻ ഇതുപോലെ തന്നെ ഗോ എഹെഡ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിനേക്കാളും ഇനിയും ഇതിനെക്കാട്ടും നല്ലൊരു പെർഫോമൻസ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. ആദിഷ്, ഇത്രയും കമൻസ് കേട്ടപ്പോൾ ആദിഷിന് എന്താ തോന്നണേ? സന്തോഷം അല്ലേ? ഓക്കെ, ആരാ പഠിപ്പിച്ചെന്നേ? അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോ? അച്ഛനും അമ്മയുണ്ടോ? യെസ്, ആൻറ്റിയുടെ കണ്ണൊക്കെ നിറയെ നമ്മൾ കേട്ടു. തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു വലിയ അസറ്റാണ് ആദിഷ്. അപ്പോൾ ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ജഡ്ജസ് ഒക്കെ കരഞ്ഞു, അവരൊക്കെ കരയിപ്പിച്ചില്ലേ? മാർക്ക് കിട്ടുമോ ഇനി? നമുക്ക് നോക്കാം അല്ലേ? നല്ല മാർക്ക് കിട്ടട്ടെ ആദിഷ്. റഹനത്ത 35-ൽ എത്ര മാർക്കാണ്? 34.5. 34.5. ഫിറോസിക്ക 35 out of 35. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. 35 out of 35. ഒന്ന് സന്തോഷിക്കുന്നേ. സജ്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് കൊടുക്കുന്നത്. 20-ൽ 20. 89.5 out of 90. അയ്യോ, ഷെയ്ക്കാൻ്റെ തരാൻ ഇപ്പം കയ്യിൽ സമയമില്ല, കയ്യിൽ ഒരു സ്ഥലമില്ല. ഓക്കെ മോനു, അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇതേപോലെ കാണാം കേട്ടോ. കീപ് ദ ബെറ്റർ സ്മൈൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ പലവട്ടം നമ്മൾ ചിരിച്ചല്ലേ? ആൻഡ് അവസാനം ഒരു വട്ടം ആദിഷ് കൃഷ്ണയുടെ ആ ഒരു പെർഫോമൻസ് നമ്മുടെ എല്ലാ കണ്ണുകളെയും ഈർന്നണിയിച്ചു പോയി. ഏതായാലും ആ ഒരു കണ്ണുനീരിനും അല്പമല്ല വളരെയധികം മധുരം നിറഞ്ഞതായിരുന്നു. ഏതായാലും ആദിഷിൻ്റെ ആ ഒരു പെർഫോമൻസോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഒരു പിടി നല്ല പെർഫോമൻസുകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ശുഭരാത്രി.